بسم الله الرحمن الرحيم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മിൽ സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ബാക്കിയുള്ള ആയുസ്സിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം ഈമാനോടുകൂടി ഈ ഭൂമിലോകത്തുനിന്ന് വിട പറയാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആജിലും മുസ്തമിറുമായ ഷിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് എത്തിപ്പെട്ടിട്ടുള്ള ഹാജിമാർ അവരുടെ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് സുരക്ഷിതരായി അവരുടെ നാടുകളിലേക്ക്, വീടുകളിലേക്ക് എത്താനുള്ള അവസരവും സുരക്ഷിതത്വവും അള്ളാഹു അവർക്ക് എല്ലാവർക്കും പ്രദാനിക്കുമാറാകട്ടെ. 2010 മലയാള മനോരമ പത്രത്തിൽ ഒരു അത്ഭുത ബാലനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. ആ പയ്യന്റെ പേര് പ്രൊഫസർ ഡോക്ടർ ഗതാഗത് ഔത്താർ തുളസി എന്നാണ്. അദ്ദേഹം ബീഹാർ സ്വദേശിയാണ്. തുളസി നാരായണ പ്രസാദ് എന്ന് പറയുന്ന ഒരച്ഛന്റെ മകനാണ്. ഈ തഥാഗത് ഔത്താർ തുളസിയുടെ പ്രത്യേകത, 9 വയസ്സിൽ SSLC പാസ്സായി, 13ാമത്തെ വയസ്സിൽ BSc ഫിസിക്സ് പാസ്സായി, 15ാമത്തെ വയസ്സിൽ MSc ഫിസിക്സ് പാസ്സായി. അങ്ങനെ ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫിസിക്സ് ബിരുദാനന്തര ബിരുദധാരിയായി ഇദ്ദേഹം മാറി. നമുക്കറിയാം, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം വളരെ ടഫായൊരു വിഷയമാണ്. അതിലാണ് 15 വയസ്സിൽ ബിരുദാനന്തര ബിരുദം നേടി ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായിട്ട് ഈ തഥാഗത് ഔത്താർ തുളസി മാറുന്നു. വീണ്ടും ആ കുട്ടി പഠിച്ചു. 21ാമത്തെ വയസ്സിൽ ഫിസിക്സിൽ PhD എടുത്തു. 22ാമത്തെ വയസ്സിൽ മുംബൈ IIT-യിൽ അസോസിയേറ്റഡ് പ്രൊഫസറായി ജോലിയും കിട്ടി. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസർ എന്ന പദവിയിലേക്ക് ഈ കുട്ടി എത്തിപ്പെട്ടു. ഈ കുട്ടിയുടെ പിതാവ് തുളസി നാരായണ പ്രസാദ് എന്ന് പറയുന്നയാള് ഒരു അഡ്വക്കേറ്റാണ്. ലക്നൗ കോടതിയിലെ അഭിഭാഷകനായിരുന്നു. ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ മകനെ കുറിച്ചുള്ള വലിയൊരു സങ്കല്പം ആ പിതാവിനുണ്ടായിരുന്നു. അപ്പൊ തന്റെ സങ്കല്പത്തിനനുസരിച്ച് തന്റെ മകനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശാസ്ത്രത്തിന്റെ ഏറ്റവും നൂതനമായ വിദ്യ പ്രയോജനപ്പെടുത്തി. ബയോടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ, ആ രംഗത്ത് ശാസ്ത്രം വളരെ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് യൂജനിക്സ് എന്ന് പറയുന്ന ടെക്നിക്ക്. യൂജനിക്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബീജത്തിൽ നിന്നും അയാൾക്ക് ഏത് രീതിയിലുള്ള മക്കൾ ജനിക്കണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചുള്ള സ്വഭാവമുള്ള ജീനുകളെ മാത്രം വേർപ്പെടുത്തി എടുത്തുകൊണ്ട് തന്റെ ഭാര്യയുടെ
അണ്ഡവുമായി സംയോജിപ്പിച്ച് ഗർഭാശയത്തിൽ വളർത്തി അങ്ങനെ പ്രസവിക്കപ്പെടുന്ന മക്കൾ, അതിന് സാധിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതാണ് യുജനിക് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ അഭിഭാഷകൻ ഈ കുട്ടി ജനിക്കുന്നതിന് 1 വർഷം മുമ്പേ തീരുമാനിച്ചു, എനിക്ക് ഇനി ജനിക്കുന്ന മകൻ അവന്റെ കളറ് ഗോതമ്പ് കളറായിരിക്കണം, അവന് നല്ല വിശാലമായ കണ്ണുകൾ ഉണ്ടാകണം, കൊഴിയാത്ത മുടിയുണ്ടാകണം, നല്ല സൗന്ദര്യം ഉണ്ടാകണം, നല്ല ബുദ്ധി ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു മകനാണ് എനിക്ക് ജനിക്കേണ്ടതെന്ന ഒരാഗ്രഹത്തിൽ ആ പിതാവ് തന്റെ ബീജമെടുത്ത് അതിൽ നിന്നും ഇതിനാവശ്യമായ തരത്തിലുള്ള ജീനുകളെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേർപ്പെടുത്തിയെടുത്ത് തന്റെ ഭാര്യ അണ്ഡവുമായി സംയോജിപ്പിച്ച് ഗർഭാശയത്തിൽ നിക്ഷേപിച്ച് അങ്ങനെ ജനിച്ച കുട്ടിയാണിത്. ആ കുട്ടിയാണ് 22ാമത്തെ വയസ്സിൽ മുംബൈ IIT പ്രൊഫസറായി മാറിയത്, ഫിസിക്സ് പഠിച്ച്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ശാസ്ത്രത്തിന് കൈകടത്താൻ പറ്റാത്തൊരു മേഖലയാണ് ഇത് എന്നാണ്. പക്ഷേ ശാസ്ത്രം ആ മേഖലയിലും കൈകടത്തി. ഒരു ജനിക്കാനിരിക്കുന്ന കുട്ടിയെ തങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് ജനിപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നിടത്തേക്ക് ശാസ്ത്രം വളർന്നു, ഭൗതിക അർത്ഥത്തിൽ. പക്ഷെ ഇപ്പോഴും ശാസ്ത്രത്തിന് കഴിയാത്ത ഒന്നുണ്ട്. ആത്മീയ തലത്തിൽ തന്റെ കുട്ടി എങ്ങനെയായിരിക്കണം എന്നൊരു പിതാവ് ആഗ്രഹിച്ചാൽ അതിനനുസരിച്ച് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ ശാസ്ത്രത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയുമില്ല. അങ്ങനെ കഴിഞ്ഞാൽ പൈസ ഉള്ളവന് തന്റെ മക്കളെ ഔലിയാക്കന്മാരായി ജനിപ്പിക്കാൻ കഴിയും, പക്ഷെ അതിന് കഴിയില്ല. ഭൗതിക അർത്ഥത്തിൽ ഒരു കുട്ടിയുടെ നിറം, ആ കുട്ടിയുടെ സ്വഭാവം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരപ്രകൃതി, ഇതൊക്കെ മാതാപിതാക്കളുടെ സങ്കല്പത്തിനനുസരിച്ച് ഉള്ള ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ ഈ വിദ്യ കൊണ്ട് കഴിയും. ആ വിദ്യയിലൂടെയാണ് ഇദ്ദേഹം തന്റെ മകന് ജന്മം കൊടുത്തത്. ഞാനിത് പറഞ്ഞു വെച്ചത്, ഇപ്പോൾ നമ്മൾ ബലിപെരുന്നാൾ കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് ഇന്നും നാളെയും മറ്റന്നാളുമായി അയ്യാമു തശ്രീഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിപ്രധാനമായ നോമ്പ് നിഷിദ്ധമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഓർക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയുമാണ്, അവിടുത്തെ പ്രിയപത്നി ഹാജറിനെയുമാണ്. അവരെ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്, പകർത്താനുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ നിന്നും വളരെ സാന്ദർഭികമായും കാലികമായും അത്യന്താപേക്ഷിതമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമാണ് പാരന്റിങ് എന്ന് പറയുന്നത്, മക്കളെ വളർത്തേണ്ടത് എങ്ങനെ എന്നുള്ളത്. അത് കൃത്യമായി പഠിക്കാൻ പറ്റിയ ഒരു പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എങ്ങനെ ഒരു മകനെ വളർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വആതൈനാഹു ഫിദ്ദുനിയ ഹസന, ഞാൻ ആ മനുഷ്യന് ദുനിയാവിൽ വെച്ച് ഞാൻ ഹസനത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ. നമ്മളൊക്കെ പടച്ചവനോട് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, പടച്ചവനെ ദുനിയാവിൽ ഹസനത്ത് തരണേന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഒരാൾക്കും ഇന്ന് ഞാൻ ഹസനത്ത് ദുനിയാവിലേക്ക് കൊടുത്തു എന്ന് പടച്ചവൻ ആരെക്കുറിച്ചും പറഞ്ഞില്ല. അത് പറഞ്ഞൊരാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമാണ്. ഇബ്രാഹിമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് ദുനിയാവിലെ ഹസനത്ത് കൊടുത്തു കഴിഞ്ഞു, ആഖിറത്തിൽ വേറെയുണ്ട്. വാതൈനാഹു അജ്റഹു ഫിദ്ദുനിയ, ഒരിട സ്ഥലത്ത് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് കൂലി കൊടുത്തു എന്നാ ദുനിയാവിൽ വെച്ച്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്ത ഹസനത്ത് എന്താണ്? അതിനെക്കുറിച്ച് മുഫസ്സിരിങ്ങളിൽ പലരും പറഞ്ഞത് ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്ത ഹസനത്ത് മക്കളാണ്, നല്ല മക്കൾ. ആ നല്ല മക്കളെ വളർത്താനുള്ള ഒരു പാരന്റിങ് കഴിവ്, ഒരു കപ്പാസിറ്റി, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്തു. നമുക്കറിയാം ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറയാണ്. സാറയ്ക്ക് ഈജിപ്തിലെ രാജാവ് കൊടുത്ത സമ്മാനമാണ് ഹാജർ. ഹാജറിനെ സമ്മാനമായി ഈജിപ്തിലെ രാജാവ് സാറയ്ക്ക് കൊടുക്കുന്നു. സാറ തനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്റെ ഭർത്താവിന് ഇബ്രാഹിമിന് ഹാജറിനെ സമ്മാനമായി കൊടുക്കുന്നു, കൈമാറുന്നു. അങ്ങനെ ഹാജറിൽ ഈമാൻ ഉണ്ടാക്കി തീർക്കുന്നു. സാറ തന്നെ നിർബന്ധിക്കുകയാണ് ഇബ്രാഹിമിനോട് ഹാജറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി, കാരണം ഒരു കുട്ടി ഉണ്ടായി കാണാൻ വേണ്ടി.
അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറിനെ വിവാഹം കഴിക്കുന്നത്. 200 വയസ്സാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചത്. 107ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ആദ്യത്തെ മകൻ ഉണ്ടാകുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജന്മം കൊള്ളുന്നത് 107ാമത്തെ വയസ്സിൽ. ഇബ്രാഹിം നബിക്ക് 13 മക്കളുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അതിൽ 8 മക്കളെ കുറിച്ച് പേര് പല സ്ഥലങ്ങളിലായി ചരിത്രം പറയുന്നുണ്ട്. മൂത്ത മകൻ ഇസ്മായിലാണ്, രണ്ടാമത്തെ മകൻ ഇസ്ഹാഖാണ്, മൂന്നാമത്തെ മകൻ മദിയനാണ്, നാലാമത്തെ മകൻ മദായിനാണ്, അഞ്ചാമത്തെ മകൻ സമ്രാനാണ്. ഇങ്ങനെ 8 മക്കളുടെ പേര് വിവരങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും 19ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബിയിൽ നിന്നും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ജന്മം കൊടുക്കുന്നു. അതോടുകൂടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ വലിയൊരു ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയാണ്, മകനെ കിട്ടുകയാണ്. ഇന്ന് ജെറൂസലമിൽ നിന്നും ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഫലസ്തീനിൽ ഖലീൽ കുന്ന് എന്ന് പറയുന്ന ഒരു കുന്നുണ്ട്. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്കകത്ത് 7 ഖബറുകൾ കാണാൻ കഴിയും. ഒന്ന് ഇബ്രാഹിമിന്റേതാണ്, മറ്റൊന്ന് മകൻ ഇസ്ഹാഖിന്റെ, മകൻ യഅ്കൂബിന്റെ, ഇവരുടെ 3 പേരുടെയും ഭാര്യമാരുടെ, മറ്റൊന്ന് യൂസുഫ് നബിയുടെ. 7 ഖബറുകളും ഖലീൽ കുന്നിൽ ഒരു പള്ളിക്കകത്താണ്. ആ പള്ളി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ള അതിൽ മിനുക്കുപണികൾ നടത്തിയിട്ടുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി വച്ച മിമ്പറിലാണ് ഇന്നും അവിടെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിമിന്റെ മറ്റേ മകൻ ഇസ്മായിലും ഹാജറും മക്കയിലാണ്. ഇങ്ങനെ തനിക്ക് കിട്ടിയ വലിയൊരു സന്താന സൗഭാഗ്യം അവരോടൊപ്പം ഈ മരണാനന്തര ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കിടന്നുറങ്ങുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന പേര് അബുൻ റഹീം എന്നതിൽ നിന്ന് ലോപിച്ചതാണ്. ഇബ്രാഹിം അബ്രഹാം എന്നാണല്ലോ ജൂതരും ക്രൈസ്തവരൊക്കെ പറയുക. അബുൻ റഹീം എന്ന് പറഞ്ഞാൽ, അബുൻ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ് അർത്ഥം. ഇബ്രാഹിം നബി എല്ലാവരുടെയും വാപ്പയാണ്. റഹീം എന്ന് പറഞ്ഞാൽ കരുണയുള്ള ആള്. അബുൻ റഹീം, കരുണയുള്ള വാപ്പ. ഇത് ലോപിച്ചാണ് ഇബ്രാഹിം ആയിത്തീർന്നത്. ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് കരുണയാണ്, വാത്സല്യമാണ്, സ്നേഹമാണ്. ഈ സ്നേഹമുള്ളൊരു പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഒരു പിതാവിന് ആദ്യം ഉണ്ടാകേണ്ടത് മക്കളോടുള്ള സ്നേഹമാണ്. അവിടെയാണ് നമ്മൾ പാരന്റിങ്ങിന്റെ 1ാമത്തെ പാഠം പഠിക്കേണ്ടത്. അവിടെ നിന്നാണ്. വാത്സല്യമില്ലാത്തൊരു പിതാവിന് പിതാവാകാൻ കഴിയില്ല. ഒരു പിതാവിന്റെ 1ാമത്തെ യോഗ്യത എന്ന് പറയുന്നത് കരുണയുണ്ടാവുക. ഇത് ഇബ്രാഹിം നബിക്ക് വേണ്ടോളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഇന്ന ഇബ്രാഹിം അല ഹലീമുൻ അവ്വാഹുൻ മുനീബ്. ഇബ്രാഹിം ഹലീമാണ്, നല്ല ക്ഷമയും നല്ല സഹനവും നല്ല സ്വഭാവമുള്ളയാളാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വന്നത്. ഈ ലോകത്തെ ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തി ആണ് ലൂത്ത് നബിയുടെ ജനത ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കുകളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തടസ്സം നിൽക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്. ലൂത്തിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ വന്നപ്പോൾ ഇബ്രാഹിം എന്നോട് തർക്കിക്കുകയാണ്. ഇബ്രാഹിമിന്റെ വാദം അവരെ നശിപ്പിക്കണ്ട എന്നാണ്. അത്രയും സ്നേഹമാണ് ഇബ്രാഹിം നബിക്ക്, കാരുണ്യമാണ്. ഈ കാരുണ്യമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉണ്ടാക്കി തീർത്ത ഒരു പിതാവെന്ന നിലക്കുള്ള 1ാമത്തെ യോഗ്യത. നമ്മൾ പഠിക്കേണ്ടത് അവിടെയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മിഅ്റാജ് യാത്രയിൽ സ്വർഗത്തിൽ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യരെയും ഒരു സ്ത്രീയെയും കണ്ടു. ചുറ്റും കുറച്ച് കുട്ടികൾ കൂടിയിരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ആരാണ് ഈ വൃദ്ധൻ? അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, അത് ഇബ്രാഹിം നബിയാണ്. കൂടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഈ ഇരിക്കുന്ന മക്കളൊക്കെ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ മുസ്ലിമീങ്ങളുടെ കുട്ടികളാണ്. ഇവരെ നോക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബിനെയും ഭാര്യനെയാണ്. ആ മാതാപിതാക്കൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ മക്കളെ ഇബ്രാഹിം നബി തിരിച്ചു കൊടുക്കും. നമുക്കറിയാം, ഈ അങ്കണവാടിയിലൊക്കെ നിയമിക്കുന്ന ടീച്ചർമാർ നല്ല കരുണയുള്ള ടീച്ചർമാരായിരിക്കണം. ചെറിയ കുട്ടികളെ നോക്കാൻ വാത്സല്യം വേണം. അള്ളാഹു തആല ഈ ജോലി ഏൽപ്പിച്ചത് ഇബ്രാഹിം നബിനെയാണ്. കാരണം ഈ ചെറിയ കുട്ടികളെ നോക്കാനുള്ള ഒരു വാത്സല്യം, ആ ഒരു കരുണ അള്ളാഹു തആല കൊടുത്തിരിക്കുന്ന ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ജോലി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ ഫലസ്തീനിൽ നിന്നും തന്റെ ഭാര്യ ഹാജറിനെയും ഇസ്മായിൽ എന്ന ചെറിയ കുട്ടി, മുലകുടി പ്രായത്തിലുള്ള കുട്ടി, പരിശുദ്ധമായ മക്കയുടെ കഅബയുടെ പരിസരത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് പോകുമ്പോൾ അവിടെ കാണുന്ന കരളലിയിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. നമുക്കിന്ന് ചരിത്രം പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ ചരിത്രത്തെ, അന്നത്തെ ആ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കണം, നമ്മുടെ മനസ്സിനൊന്ന് കൊണ്ടുപോകണം. വിജനമായ മരുഭൂമി, ഒരു മനുഷ്യനില്ല, ഒരു മൃഗമില്ല, ഒരു പക്ഷി പോലും അതിലെ പറക്കുന്നില്ല.
ഒരു പക്ഷി പറന്നാൽ അതിന്റെ തണലെങ്കിലും ഉണ്ടാകും. അങ്ങനെ ഒരു തണല് പോലും ഇല്ലാത്ത, അന്ന് കഅബയും ഇല്ല, കഅബ പൊളിഞ്ഞെടുക്കുകയാണ്. അവിടെ കൊണ്ടുപോയിട്ടാണ് 20 വയസ്സുകാരിയായ പെണ്ണിനെയും ഈ മുല കുടിക്കുന്ന കുട്ടിയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറക്കിയിട്ട് പോകുന്നത്. ഇബ്രാഹിം നബി തന്റെ ഒട്ടകപ്പുറത്ത് ഇറങ്ങിയില്ല. കാരണം ഇറങ്ങിയാൽ ഇബ്രാഹിം നബിക്ക് കയറാൻ കഴിയില്ല. അത്ര സ്നേഹമാണ് തന്റെ മകനോടും ഭാര്യയോടും. അദ്ദേഹം ഇറങ്ങിയില്ല. അദ്ദേഹം അവിടെ ഇറക്കിയവരെ തന്റെ കയ്യിലുണ്ടായിരുന്ന തോൽപാത്രത്തിലെ വെള്ളം കൊടുത്തു, അല്പം കാരക്കയും കൊടുത്തു. തിരിഞ്ഞ് പോരുമ്പോഴാണ് ഹാജർ വന്നിട്ട് വഴിയിൽ തടസ്സം നിന്നു. ജബൽ അബൂ ഖുബൈസിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോരുകയാണ് ഇബ്രാഹിം നബി തന്റെ വാഹനപ്പുറത്ത്. ഹാജർ വന്ന് മുന്നിൽ നിന്നിട്ട് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദ, ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഇട്ടിട്ട് പോകാൻ അള്ളാഹ് കൽപ്പിച്ചതാണോ യാ അബാ ഇസ്മായിൽ, ഇസ്മായിലിന്റെ വാപ്പ എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ അതെ, അത്ര പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതല്ല യുദഇന, എങ്കിൽ അള്ളാഹു ഞങ്ങൾ ഒരിക്കലും പാഴാക്കൂല. ഇത് പടച്ചോൻ പറഞ്ഞിട്ടാണെങ്കിൽ ഈ വിജനമായ മരുഭൂമിയിൽ അള്ളാഹു ഞങ്ങൾ ഒരിക്കലും പാഴാക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ തിരിഞ്ഞു നോക്കാതെ പോന്നു. ജബൽ അബൂ ഖുബൈസിന്റെ ഭാഗത്തെത്തിയിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. ആ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടിപ്പോയി. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട്, പടച്ചോനെ, എന്റെ മക്കളെ, എന്റെ മകനെയും എന്റെ ഭാര്യയെയും ഞാൻ ഈ പരിശുദ്ധമായ നിന്റെ കഅബയുടെ പരിസരത്ത് വിട്ടിട്ട് പോകുക. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം ലിയുഖീമുസ് സലാ, നിസ്കാരം നിലനിർത്താൻ വേണ്ടി ഞാൻ ഇവരെ വിട്ടേച്ചു പോവുകയാണ്. അപ്പൊ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല വിട്ടേച്ചു പോയത്. മനസ്സിൽ വേണ്ടവോളം സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ ആ സ്നേഹം അദ്ദേഹം മാറ്റിവെക്കുക. അതുകൊണ്ടാണല്ലോ ആ മകൻ ഫലമ്മാ ബലഗ മഅ്ശഇയ, നടക്കുന്ന പ്രായമായപ്പോഴല്ലേ അറക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത്. അപ്പോൾ ആ മകനോട് മാപ്പ പറയുന്നൊരു വാക്കുണ്ട്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അന്യ അദ്ബഹുക, നിന്നെ അറക്കണം എന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയോട് വാപ്പ പറയാം. നിങ്ങൾ ആ ഭാഷയൊന്ന് ആലോചിച്ച് നോക്കി. യാ ബുനയ്യ, പൊന്നുമോനെ, പൊന്നാങ്കട്ടെ എന്നൊക്കെ അതിനർത്ഥം. ലുക്മാനിയ തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്, യൂറോപ്പിലൊക്കെ വ്യാപകമാണ്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ വളർത്തിയ രീതിയാണ് അത് പഠിപ്പിക്കുന്നത്. യൂറോപ്പിൽ അത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കിന്ന് സൂറത്ത് ലുക്മാൻ എന്നൊരു സൂറത്തുണ്ട്, പക്ഷെ നമുക്ക് മക്കളെ വളർത്താൻ അറിയില്ല. ആ തിയറി നമ്മൾ പഠിക്കൂല. യൂറോപ്പിൽ നിന്ന് ആ തിയറി പഠിക്കുകയാണ്. ആ തിയറി പഠിപ്പിക്കുന്നത് മക്കളെ ഒരിക്കലും എടാ പോടാ പോത്തെ കഴുതെന്നൊന്നും വിളിക്കരുത്. യാ ബുനയ്യ, പൊന്നുമോനെ. മക്കളെ വിളിക്കേണ്ട ശൈലി അതാണ്. വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ അവരെ പേര് ചൊല്ലി വിളിക്കണം. ഒരു കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തന്റെ മാതാപിതാക്കൾ തന്നെ മധുരിക്കുന്ന പേരിൽ വിളിക്കാൻ വേണ്ടി തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ ഭാഷ അങ്ങനെ, യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അവിടെയാണ് ആ മകൻ തിരിച്ചു വാപ്പയെ വിളിക്കുന്നത്, യാ അബത്തി അൽ മാതു ഉമർ, എന്റെ പൊന്നു വാപ്പിച്ചി. യാ അബത്തി, യാ അബി എന്ന് പറഞ്ഞാൽ മതി, എന്റെ വാപ്പ എന്ന് പറയാം. അബത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൊന്നു വാപ്പിച്ചി, എന്റെ ബഹുമാനമുള്ള വാപ്പിച്ചി, എന്റെ സ്നേഹമുള്ള വാപ്പിച്ചി. ഇഫ് അൽ മാതു ഉമർ, എന്താണോ പടച്ചോ നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തുകൊള്ളുക. സത്യത്തിൽ അള്ളാഹു ഒരു സ്വപ്നം കാണിച്ചതേ ഉള്ളൂ. ആ സ്വപ്നം വേണമെങ്കിൽ കള്ളസ്വപ്നമാകാം. എന്നാൽ പോലും ആ മകൻ വാപ്പയുടെ മുന്നിൽ തടസ്സം നിൽക്കുന്നില്ല. എന്ത് ചെയ്താലും ഞാൻ അതിൽ ക്ഷമാശീലനായിരിക്കുമെന്ന് ആ മകൻ വാപ്പയുടെ മുന്നിൽ സമ്മതിക്കുക. ഈ ഒരു ശൈലിയാണ് നമ്മൾ ആദ്യം ശീലിക്കേണ്ടത്. ഇന്നത്തെ തലമുറ ജൻസിയാണ്. അവരാഗ്രഹിക്കുന്നത് പുതിയ ചിന്തകളാണ്, അവരുടെ പുതിയ ചിന്തകളാണ്. നമ്മുടെ പഴയ ശൈലികളൊന്നും അവരോട് പറ്റൂല. അവരോട് ആ ജൻസി ഭാഷയിൽ തന്നെ നമ്മൾ സംസാരിക്കാൻ കഴിയണം. അത് ഇബ്രാഹിം നബി 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. അത് ലുക്മാൻ അലി ഇസ്ലാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കുന്ന വിഷയത്തിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പേരിലും അവരോടുള്ള ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് നമുക്ക് വിളിക്കാൻ കഴിയണം, പേര് വിളിക്കാൻ കഴിയണം. ഹാജർ തന്റെ മകനെ അറക്കാൻ വേണ്ടി കൊടുത്തു വിടുകയാണ്. ഉമ്മയ്ക്കറിയാം മകനെ അറക്കാനാണ് കൊണ്ടുവന്നത്. ചുമ്മാ തടസ്സം നിൽക്കുന്നില്ല, സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുകയാണ്. കുളിപ്പിച്ച് ഉടുപ്പണിയിച്ച് ഇസ്മായിലിനെ ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്ത് വാപ്പയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ഉമ്മ ഹാജർ. കൊണ്ടുപോയി മിനാ താഴ്വരയിൽ കിടത്തുന്ന സമയത്ത് ഇസ്മായിൽ പറഞ്ഞൊരു വാക്കുണ്ട് വാപ്പയോട്, അപ്പാ, നിങ്ങൾ എന്നെ അറുത്തതിന് ശേഷം എന്റെ ഈ വസ്ത്രം കൊണ്ടുപോയി എന്റെ ഉമ്മാനെ കാണിക്കരുത്. ഉമ്മാക്ക് ആ വസ്ത്രത്തിലെ ചോര കണ്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉമ്മയെ ആ വസ്ത്രം കാണിക്കരുത്. മകന്റെ അവസാനത്തെ വസിയത്താണ്. ഇതൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. അള്ളാഹ് ആടിന് തരുമെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. തന്നെ അറക്കപ്പെടുമെന്ന് ഇസ്മായിലിനറിയാം, തന്റെ മകൻ അറക്കപ്പെടുമെന്ന് ഹാജറിന് അറിയാം, ഇബ്രാഹിമിനും അറിയാം. ആ ഉമ്മയുടെ സ്നേഹത്തിലാണ്. ഇപ്പൊ റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് ജയിലിലാക്കപ്പെട്ട് 20 വർഷം കഴിഞ്ഞ് ഇന്നലെ നാട്ടിൽ തിരിച്ചെത്തി. ആ പെരുന്നാൾ ദിവസത്തിൽ ആ വീട്ടിലെ സന്തോഷം നമ്മൾ കണ്ടതാണ്. ഉമ്മയോട് പത്രക്കാര് ചോദിച്ചു, ഇനി ഇരട്ടി മധുരമല്ലേന്നാ റഹീമിന്റെ ഉമ്മയോട് ചോദിച്ചത്. നമ്മൾ 36 കോടി പിരിച്ചു
കൊണ്ടുവന്നതാണ് റഹീമിന്. ആ ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇരട്ടി മധുരം എന്നല്ല, ഇരട്ടി 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 മധുരം. സത്യത്തിൽ അങ്ങനെ ഒരു മധുരമില്ല. പക്ഷെ ആ ഉമ്മയുടെ മനസ്സിൽ തന്റെ റഹീം എന്ന് പറയുന്ന മകനോടുള്ള സ്നേഹം അങ്ങനെയാണ്. 20 വർഷമായി തനിക്ക് നഷ്ടപ്പെട്ട, എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് താൻ മനസ്സിലാക്കിയ തന്റെ മകൻ തന്റെ ജീവിതത്തിലേക്ക് തന്നോടൊപ്പം തിരിച്ചു വരുമ്പോൾ ഒരു ഉമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷമാണ് ആ ഉമ്മ കാണിക്കുന്നത്. ഇവിടെ ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു അനുസരണമുണ്ട്. ആ അനുസരണം ലോകത്ത് തുല്യതയില്ലാത്തൊരു അനുസരണമാണ്. നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? മൊബൈൽ വാങ്ങിച്ചു വെച്ചാൽ തൂങ്ങിച്ചാവുന്ന മക്കൾ. പരീക്ഷയാണ് മകനെ, നാളെ പഠിക്കെന്ന് പറഞ്ഞാൽ മൊബൈലൊന്ന് വാങ്ങിച്ചു വെച്ചാൽ പിന്നെ അവനെ കാണുന്നത് കയറില്ല, ഫാനിൽ കെട്ടിത്തൂങ്ങിയ അവസ്ഥയിലാണ് കാണുക. അതുപോലും അവിടെ പോലും പിടിച്ചിരിക്കാൻ കഴിയാത്തൊരു മകനാണ് നമ്മുടെ മക്കളെ ഇസ്മായിലുകളാക്കുക. ടിവിയുടെ കൺട്രോൾ റിമോട്ട് മേടിച്ചു വെച്ചാൽ പിണങ്ങി മാറി നിൽക്കുന്ന, ഭക്ഷണം കഴിക്കാത്ത മക്കൾ, വഴക്ക് പറഞ്ഞാൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന മക്കൾ. ഇങ്ങനെയുള്ള മക്കളെയാണ് നമ്മൾ ഇസ്മായിലുകളാക്കാൻ ശ്രമിക്കേണ്ടത്. കേവലം ഒരു ഷെയർ തീർന്ന് ഒതുഹിയത്ത് അറുത്തോണ്ട് തീരുന്ന പരിപാടിയല്ല ഇത്. നമ്മൾ നമ്മുടെ മക്കളെ ഇസ്മായിലുകളാക്കാൻ വേണ്ടി ശ്രമിക്കുക, നമ്മൾ ഇബ്രാഹിമുകളാകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് ഈ ബലിപെരുന്നാളിന്റെ സന്ദേശം നമുക്ക് കൊണ്ടുവന്ന് പറയാൻ കഴിയുക. 2025 കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാഷയുണ്ട്, ഒരു വാക്ക്, തന്തവൈബ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ ഉച്ചരിച്ച വാക്ക് ഏതെന്ന് ചോദിച്ചാൽ തന്തവൈബ് എന്നാണ്. എന്താ തന്തവൈബ്? നമ്മുടെ ഈ പഴഞ്ചൻ രീതികളൊന്നും ഈ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരൊരു പുതിയ ലോകത്താണ്, ജൻസിയാണ്. അവിടെ നമ്മുടെ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പുതിയ ജീവിത രീതിയിലേക്ക് നമ്മുടെ മക്കൾ വളരുകയാണ്. അവിടെ മാതാപിതാക്കൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. കാലത്തിനനുസരിച്ച് മാതാപിതാക്കളും മാനസികമായി മാറേണ്ടതുണ്ട്. നമ്മുടെ വീടുകൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനുകളാകരുത്, നമ്മുടെ വീടുകൾ കോടതികളാകരുത്, നമ്മുടെ വീടുകൾ മൻസിലുകളായി തീരണം. നമ്മുടെ വീടുകൾ മൻസിലുകൾ എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് സെന്ററുകളായി മാറണം. ഇബ്രാഹിം നബിയുടെ വീട് കൗൺസിലിംഗ് സെന്റർ ആയിരുന്നു. മകനെ തിരുത്താനും മകന് ആവശ്യമായ പ്രചോദനങ്ങൾ കൊടുക്കാനും ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞപ്പോഴാണ് ഇബ്രാഹിം നബിയുടെ വീട്ടിൽ അങ്ങനെ ഒരു മകൻ വളർന്നു വന്നത്. ആ വീടൊരിക്കലും കോടതിയായിട്ടില്ല, ആ വീടൊരിക്കലും പോലീസ് സ്റ്റേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് പേരന്റിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു മാതൃക ഇസ്മായിൽ നബിയുടെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയാണ്. ഒരിക്കലും നമ്മുടെ മക്കൾക്ക് നമ്മൾ പോസിറ്റീവായ സ്ട്രോക്കുകൾ അല്ലാതെ കൊടുക്കരുത്. നെഗറ്റീവ് സ്ട്രോക്കുകൾ ഇന്നത്തെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യരുത്. അവരോട് പോസിറ്റീവായി സംസാരിക്കുക. അവർക്ക് അവരുടെ മനസ്സിനും അവരുടെ ശരീരത്തിനും അവരുടെ വളർച്ചയ്ക്കൊക്കെ ഉത്തേജനമാകുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ അവരോട് സംസാരിക്കുക. ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഏതാണെന്നറിയോ? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം നബി സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു. ഇബ്രാഹിം ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത പ്രവാചകനാണ്, സത്യസന്ധൻ. ഇത് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും സത്യസന്ധരായിരിക്കും. മക്കൾ മിക്കവാറും കളവ് പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും മക്കൾ ഒരിക്കലും കളവ് പഠിക്കരുത്, കള്ളം പറയാൻ പഠിക്കരുത്. അതിന് നമ്മൾ മാതൃകയായി മാറണം. ഒരു ടൺ ഉപദേശത്തെക്കാൾ ബലപ്പെടുന്നത് 1 ഗ്രാം മാതൃകയാണ്. നമ്മുടെ ഉപദേശങ്ങളല്ല, മാതൃകയിട്ടാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹം പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ തന്റെ വസ്ത്രത്തിനുള്ളിൽ തുന്നിക്കൊടുത്തു. കള്ളന്മാരും കൊള്ളക്കാരുള്ള വഴിയിലൂടെയാണ് ജീലാനി പോകുന്നത്. യാത്രാ സംഘത്തിന്റെ കൂടെയാണ് ജീലാനിയെ പറഞ്ഞു വിട്ടത്. ഉമ്മ ഒരു ഉപദേശം കൊടുത്തിരുന്നു, മോനെ കള്ളം പറയരുത്, ഒരിക്കലും കള്ളം പറയരുത്. അതുകൊണ്ടാണ് ജീലാനിയെ കൊള്ളക്കാര് പിടിച്ചപ്പോ നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന ചോദ്യത്തിന് എന്റെ ഉമ്മ എന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ തിരികെ തന്ന കുറച്ച് സ്വർണ്ണ നാണയങ്ങളുണ്ട് എന്ന് ജീലാനിക്ക് സത്യം പറയാൻ കഴിഞ്ഞത്. ആ ഒരു വാക്കാണ് ആ കൊള്ള സംഘത്തെ പോലും മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സത്യസന്ധത എന്നുള്ളത് ഓരോ മക്കളും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് പേരന്റിങ്ങിന്റെ ഇബ്രാഹിം നബി പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾ മക്കൾക്ക് വേണ്ടി. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. റബ്ബി ജിഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയാണ്, പടച്ചവനെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. വമിൻ ദുർരിയതി, എന്നെ മാത്രമല്ല എന്റെ മക്കളിലും നമസ്കാരമുള്ളവരാക്കണം. മക്കളെ നമസ്കാരമുള്ളവരാക്കി തീർക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല കീഴ്പ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം കീഴ്പ്പെട്ടു. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബിന് വേണ്ടി കീഴ്പ്പെട്ടു. തന്റെ മരണസമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കളെ വിളിച്ച് ഉപദേശിക്കുന്നതും ഖുർആൻ പറയുന്നുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബ്. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കണമെന്ന്, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മരണസമയത്ത് തന്റെ മക്കളെ വിളിച്ച് വസിയത്ത് ചെയ്തു. നമ്മളും ചെയ്യണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ മരണസമയത്ത് മക്കളോട് പറയേണ്ടത് ഈ ഒരു ഉപദേശമാണ്. മക്കളെ, വാപ്പ പോവുകയാണ്,
പക്ഷെ ഈ വീട്ടിൽ മക്കൾ നമസ്കരിക്കാത്തൊരു ദിവസം ഉണ്ടാകരുത്. ഒരു വഖത്ത് പോലും മക്കൾ ഈ വീട്ടിൽ ഖളാ ആക്കരുത്. മക്കളോട് പറയാൻ കഴിയണം. അതേപോലെ മക്കളുടെ ഭൗതികമായ നേട്ടങ്ങൾ, ആത്മീയ നേട്ടങ്ങൾ മാത്രമല്ല, മക്കളുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞല്ലോ, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഇബ്രാഹിമെ ഞാൻ നിന്നെ ജനങ്ങളുടെ നേതാവാക്കാൻ പോകുകയാണ്, ജനങ്ങളുടെ നേതാവാക്കാൻ പോകുകയാണെന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി സ്വലാം പറഞ്ഞ എന്താണ്? ഒമിൻ ദുരിയത്തി, എന്നെ മാത്രം നേതാവാക്കിയാൽ പോരാ, എന്റെ സന്താന പരമ്പരകളിലും നേതാക്കളെ സൃഷ്ടിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പതിച്ചവനോട് പറയുന്ന രംഗം ഖുർആൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളുടെ ഭൗതിക നേട്ടത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ. ഖിദ്ർ നബി മൂസാ നബി അലൈഹി സ്വലാം കൂടി പോകുമ്പോൾ 3 സംഭവങ്ങൾ ഉണ്ടായി. ഒരു സംഭവം, ഒരു ചെരിഞ്ഞു കിടന്ന മതിൽ നേരെയാക്കി കൊടുത്തു. ആ മതിൽ നേരെയാക്കി കൊടുത്തു. ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുത്തില്ല. അവിടെ മൂസാ നബി അലൈഹി സ്വലാം ഖിദ്ർ നബിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഈ ഭക്ഷണം തരായത്തെ നാട്ടുകാർക്ക് എന്തിനാണ് ഈ മതിൽ നേരെയാക്കി കൊടുത്തത്? ഖിദ്ർ നബി അലൈഹി സ്വലാം പിരിയുന്ന സമയത്ത് അതിന് പറഞ്ഞ മറുപടി മൂസാ നബിയോട് അതിന്റെ യുക്തി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ മതിലിനടിയിൽ തന്റെ പിതാവ് മക്കൾക്ക് വേണ്ടി കരുതി വച്ച വലിയൊരു സ്വർണത്തിന്റെ സമ്പത്തിന്റെ ശേഖരം ഉണ്ടായിരുന്നു. ഒരു നല്ലവനായ ഒരു പിതാവ്, 7 തലമുറ അപ്പുറമുള്ള പിതാവാണെന്നും ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ആ വാപ്പ തന്റെ മക്കൾ, യതീമായ മക്കൾക്ക് വേണ്ടി കരുതി വച്ച സമ്പത്തിന്റെ ശേഖരമായിരുന്നു അത്. അങ്ങനെയാണ് ഗുണകാംക്ഷ ഒരു പിതാവ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. മക്കൾക്ക് ഭൗതിക തലത്തിൽ, ഭൗതികാർത്ഥത്തിൽ ജീവിക്കാനുള്ള വസ്തുതകളും സമ്പത്തുകളും ഒരു പിതാവ് ഒരുക്കി കൊടുക്കണം. അതും ഒരു പേരന്റിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തന്നെയല്ല, മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് വിവാഹപ്രായമായി കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇന്ന് നമ്മുടെ മക്കൾ പ്രണയബന്ധങ്ങളിൽ പെട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ്. അഡ്ജസ്റ്റ്മെന്റ് ആയ വിവാഹങ്ങൾ, ധാരണയിലെത്തി നടക്കുന്ന വിവാഹങ്ങൾ വളരെ കുറഞ്ഞു പോവുകയും പ്രണയ വിവാഹങ്ങൾ കൂടുകയും ചെയ്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് രക്ഷിതാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മക്കൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, അവർക്കൊരു പക്വത എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾ മുൻകൈ എടുക്കണം. ഇബ്രാഹിം നബിയിൽ ആ വിഷയത്തിൽ ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട്. ഇബ്രാഹിം നബി തന്റെ മകൻ ഇസ്മായിലിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിപ്പിക്കുക മാത്രമല്ല, ഒരു ദിവസം ഫലസ്തീനിൽ നിന്നും ഇബ്രാഹിം നബി തന്റെ മകനെ കാണാൻ വരുന്ന ഒരു രംഗം ഹദീസിൽ കാണാം. മക്കയിൽ വന്നു, ഇസ്മായിലിന്റെ വീട്ടിൽ വന്നിട്ട് ഇസ്മായിലിന്റെ ഭാര്യ വീട്ടിലുണ്ട്. ഭാര്യയോട് ചോദിച്ചു, ഈ ഭാര്യയ്ക്ക് അറിയില്ല ഈ വന്നിരിക്കുന്നത് ഇബ്രാഹിമാണെന്ന് അറിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിലിന്റെ ഭാര്യയോട് ചോദിച്ചു, എവിടെ പോയി ഇസ്മായിൽ? അപ്പോൾ ഈ പെണ്ണിങ്ങനെ ഇസ്മായിലിനെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. അയാൾ വേട്ടയ്ക്ക് പോയിരിക്കുകയാണ്, അയാൾക്കൊരു ഉത്തരവാദിത്വം വീട്ടിലില്ല, എന്നെ അന്വേഷിക്കാറില്ല. ഭർത്താവിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ പെണ്ണ്. വന്നിരിക്കുന്ന ഇബ്രാഹിം നബിയാണ്, ഇസ്മായിലിന്റെ വാപ്പയാണെന്നൊന്നും ഈ മരുമോക്കറിയില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നീ അയാൾ വരുമ്പോ, ഇസ്മായിൽ വരുമ്പോ ഒരു കാര്യം പറയണം, ഫലസ്തീനിൽ നിന്നൊരു വൃദ്ധൻ വന്നിരുന്നു, വീടിന്റെ കട്ടിൽപ്പടി മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കണം. ഇത്രയും പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പോയി. കുറച്ച് കഴിഞ്ഞ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം വന്നപ്പോ ഭാര്യ പറഞ്ഞു, ഒരു വൃദ്ധൻ ഇങ്ങനെ ഫലസ്തീനിൽ നിന്ന് വന്നിരുന്നു, വീട്ടിന്റെ കട്ടിൽപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞു, ആ വന്ന വൃദ്ധൻ എന്റെ പിതാവ് തന്നെയാണ്. ഇസ്മായിൽ നബി കണ്ടിട്ടില്ല. ഇസ്മായിൽ നബിക്ക് അറിയാം, ഫലസ്തീനിൽ നിന്ന് വരാൻ ഒരു വൃദ്ധൻ എന്റെ വാപ്പയുള്ളൂ, എന്റെ വാപ്പയാണ് വന്നത്, കട്ടിലപ്പടി മാറ്റണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്നെ തലാക്കിയല്ലെന്നാണ് പറഞ്ഞത്, നീ പറ്റിയ പെണ്ണല്ല എന്ന് എന്റെ വാപ്പ മനസ്സിലാക്കിയിട്ടുണ്ട് നിന്റെ സംസാരത്തിൽ നിന്ന്, അതായിരിക്കും കാരണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം തന്റെ ഭാര്യയെ തലാക്കിയില്ലേ വേറെ വിവാഹം കഴിക്കുന്നു. പിന്നീട് ഒരിക്കലും മകനെ കാണാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീനിൽ നിന്ന് വരുന്നു. ഇതേപോലെ ഇസ്മായിലിന്റെ വീട്ടിൽ ഒന്ന് പുതിയ ഭാര്യയാണുള്ളത്. അവളോട് ചോദിച്ചു, അപ്പോൾ ഇസ്മായിൽ സ്ഥലത്തില്ല, എവിടെ പോയി ഇസ്മായിൽ എന്ന് വെച്ചു. പറഞ്ഞു, ഇസ്മായിൽ പുറത്തു പോയിരിക്കുകയാണ്, ഇപ്പൊ വരും, കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇസ്മായിൽ നബിയെ കുറിച്ച് വളരെ നന്നായി പുകഴ്ത്തി ഇങ്ങനെ സംസാരിക്കുകയാണ് വാപ്പയോട്. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇബ്രാഹിം നബി സ്വലാം പറഞ്ഞു, ഞാൻ പോകുകയാണ്, ഇസ്മായിൽ വരുന്ന സമയത്ത് ഫലസ്തീനിൽ നിന്നൊരു വൃദ്ധൻ വന്നിരുന്നു, അദ്ദേഹം കട്ടിലപ്പടി അവിടെ ഉറപ്പിച്ച് തന്നെ വയ്ക്കാനാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പോയി. ഇസ്മായിൽ നബി വന്നപ്പോ ഈ പെണ്ണി കാര്യം പറഞ്ഞു. അപ്പോഴും ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞ, വന്നയാളെന്റെ വാപ്പയാണ്, കട്ടിലപ്പടി ഉറപ്പിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നീയുമായുള്ള വിവാഹ ജീവിതം തുടരട്ടെ എന്നാണ് പറഞ്ഞതിനർത്ഥം. നമ്മൾ ആലോചിച്ചു, തന്റെ മകന്റെ ഭാര്യയുടെ വിഷയത്തിൽ ഇത്രയും വലിയൊരു ഗുണകാംക്ഷ ഈ പിതാവിനുണ്ട്, നമുക്കുണ്ടാകണം. നമ്മുടെ മക്കളെ കൊണ്ട്, സാലിഹ്യങ്ങളായ ഭാര്യമാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക. അവരതിന് പറ്റാത്തവരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഒഴിവാക്കാനും കഴിയുക. ഇതൊരു പിതാവ് ചെയ്യേണ്ട പാരന്റിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ മക്കളോട് മാത്രമല്ല, സ്വന്തം ഭാര്യയോട് എത്രമാത്രമാണ് ഈ ഭാര്യമാരെ അദ്ദേഹം സ്നേഹിച്ചതെന്ന് അറിയും. ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞു, ശർറുന്നാസി അല്ലയ്യിഖു അലാ അഹ്ലിഹി,
ഈ ഭൂമിലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും മോശക്കാരനായ മനുഷ്യൻ ഭാര്യയോട് മോശമായി പെരുമാറുന്നവനാണ്. ഭാര്യമാരോട് മോശമായി പെരുമാറുക, അവരാണ് വൃത്തികെട്ടവൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ഈ വൃത്തികെട്ടവൻ എന്നറിയുമോ? ഭാര്യയോട് എങ്ങനെയാ മോശമായി പെരുമാറുക? അർറജുലു ഇദാ ദഖല ബൈതുഹു, ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഖശിയത്ത് ഇംറഅതുഹു, പെണ്ണിന് പിന്നെ പേടിയാണ്, ഭാര്യയ്ക്ക് പേടിയാണ്. ഈ കാണ്ടാമൃഗം വരുന്നുണ്ട്, ഇയാൾ എന്തൊക്കെ ചെയ്യാന്ന് അറിയില്ല. ഭാര്യയ്ക്ക് പേടി തുടങ്ങി, അവളുടെ മനസ്സ് വിറയ്ക്കാൻ തുടങ്ങി. ഭർത്താവ് വരുമ്പോ ഫറ വലതുഹു, മക്കളൊക്കെ ഓടി ഒളിക്കുകയാണ്. വാപ്പ വരുമ്പോ, സിംഹം വരുമ്പോൾ ഓടും പോലെ മക്കളൊക്കെ ഓടുകയാണ്. അത്ര പേടിയാണ് വാപ്പാനെ. പൂച്ച പോലും കട്ടിനടിയിൽ കയറി ഒളിക്കുകയാണ്. പൂച്ചക്കറിയാം ഇയാൾ വന്ന തട്ട് കിട്ടുന്നു. ഇങ്ങനത്തെ മനുഷ്യനാണ് ശർറുന്നാസ്, ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇരുകാലികളിൽ ഏറ്റവും മോശക്കാരവനാണ്. ഭാര്യയോട് മോശമായി പെരുമാറുന്നത് ഇവനാണ് ഏറ്റവും മോശം. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നില്ല. ഇബ്രാഹിം നബി അങ്ങനെയുള്ള ഒരു ഭർത്താവായിരുന്നില്ല. ഹാജറിനെ കൊണ്ടുപോയി മക്കയിൽ വിട്ടത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. പക്ഷേ മനസ്സിൽ നിറഞ്ഞ സ്നേഹമാണ് ഉണ്ടായിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ റസൂലിന്റെ മുന്നിൽ ഒന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റിയ ഒരു അമല് പഠിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖി, സൽ സ്വഭാവമാണ്. സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റിയ അമല് സൽ സ്വഭാവമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങ് മാറി നിന്നു. പ്രവാചകൻ തന്റെ ക്ലാസ് തുടർന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സംശയം, ഞാൻ ചോദിച്ചത് സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റിയ ഒരു അമലാണ്, റസൂല് പറഞ്ഞത് സൽസ്വഭാവമാണ്, ഇതെങ്ങനെയാണ് അമലാകുക? സൽസ്വഭാവം എന്ന് പറയുന്ന അമലല്ലല്ലോ, സ്വഭാവമല്ലേ? അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചു. വീണ്ടും അദ്ദേഹം ഒന്ന് നബിയുടെ വലതുഭാഗത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റിയ ഒരു അമല് പറഞ്ഞാട്ടെ നബി. അപ്പൊ നബി നോക്കുമ്പോ ആദ്യം ചോദിച്ച ആള് തന്നെയാണ്, ചോദ്യവും അത് തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവമാണ് സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റിയ അമൽ. പ്രവാചകൻ ക്ലാസ് തുടർന്നു. അദ്ദേഹം മാറി എന്ന് വീണ്ടും ആലോചിച്ചു. ആ മറുപടി അത്ര ശരിയല്ലല്ലോ. വീണ്ടും അദ്ദേഹം ഇടതുവശത്തോടി വന്നിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റിയ ഒരു അമല് പറഞ്ഞാട്ടെ നബി എന്ന് പറഞ്ഞു. നബി നോക്കുമ്പോൾ ചോദിച്ച ആളും അത് തന്നെ, ചോദ്യവും അത് തന്നെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവമാണ് സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റിയ അമൽ. അപ്പോൾ അദ്ദേഹത്തിന് തൃപ്തിയാണ്. അദ്ദേഹം മാറി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നിലൂടെ വന്നു. എന്നിട്ട് അതേ ചോദ്യം ചോദിച്ചു, അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുൽ ജന്ന. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സൽസ്വഭാവമാണ്, ഹുസ്നുൽ ഖുൽഖാണ്. എന്നിട്ട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അല്ലേ? സൽസ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അല്ലാ തഗ്ളബ, ദേഷ്യപ്പെടാതിരിക്കലാണ്, കോപിക്കാതിരിക്കണം. അതാണ് സൽസ്വഭാവം. കോപിക്കാതിരിക്കലാണ് സൽസ്വഭാവം. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോഗവൽക്കരിക്കണം നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക, നമ്മുടെ മക്കളോട് നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക. ഇതിന് കഴിയുന്നെങ്കിൽ അവനാണ് ഏറ്റവും നല്ല സൽസ്വഭാവം. അവനാണ് സ്വർഗം ലഭിക്കുക. അവനാണ് കുടുംബ ജീവിതത്തെ ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിതത്തിൽ 3 കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം. നാളെ മഹ്ശറിൽ നിൽക്കുമ്പോൾ ശുപാർശയ്ക്ക് വേണ്ടി ഓരോ പ്രവാചകന്മാരെടുക്കലും ചെല്ലുമ്പോൾ ഓരോ പ്രവാചകന്മാരും കൈയൊഴിയും നമ്മളെ. ഞാനതിനർഹനല്ല എന്ന് ആദം നബി മുതൽ എല്ലാ നബിമാരും കൈയൊഴിയും. ഓരോ കാരണം പറയും. ഇബ്രാഹിം നബി പറയുന്ന കാരണം, ഞാനൊരു 3 കളവ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്താണ് ഒരു കളവ് എന്നറിയോ? ഒരു കളവ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ ഭാര്യയുമായി പോകുമ്പോൾ ആ രാജ്യത്ത് ഒരു അക്രമിയായ രാജാവ് ഉണ്ടായിരുന്നു. സുന്ദരിയായ ഏത് പെണ്ണിനെ കണ്ടാലും അയാൾ പിടിച്ചെടുക്കും, പിന്നെ കൊടുക്കൂല. ഇബ്രാഹിം നബി തന്റെ കൂടെ ഭാര്യയുമായി യാത്ര ചെയ്യുമ്പോൾ രാജ്യത്തെത്തി. ഇബ്രാഹിം നബിനെയും ഭാര്യനെയും പിടിച്ചു. ആരാ കൂടെയുള്ള പെണ്ണെന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി സ്വലാം പറഞ്ഞു, അതെന്റെ പെങ്ങളാന്ന്. സത്യത്തിൽ ഭാര്യ. ഇബ്രാഹിം നബി സ്വലാം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കളവ് ഒന്ന് ഇതാണ്. തന്റെ ഭാര്യയുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആ കളവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഭാര്യ ആക്രമിക്കപ്പെടും, ആ രാജാവിനാൽ മാനം പിച്ച് ചീന്തപ്പെടും. അപ്പൊ ഇത്രമാത്രം തന്റെ ഭാര്യയുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കൂടി പ്രവർത്തിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു സ്നേഹനിധിയായ ഒരു ഭർത്താവ് കൂടിയായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ഈ ബലിപെരുന്നാളിന്റെ ദിനങ്ങളിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് ഇബ്രാഹിം നബി എന്ന് പറയുന്ന പിതാവിനെ, ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഭർത്താവിനെ, ഇബ്രാഹിം നബി എന്ന് പറയുന്ന ലോകത്തിന്റെ മാതൃകയെ പിൻപറ്റാനും മാതൃകയാക്കാനും നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനും കഴിയണം. നമ്മുടെ മക്കളെ ഇസ്മായിലുകളാക്കാൻ കഴിയണം. നമുക്ക് ഇബ്രാഹിമുകളാകാനും കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹ്റു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.